ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടുന്നവൻ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം, എത്ര മനോഹരമേ. ആദ്യ ചിന്തയിലടങ്ങ സിന്ധു സമാനവ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം, എത്ര മനോഹരമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 25-ാം സങ്കീർത്തനം 12-ാം വാക്യം. യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ചോദിക്കുന്നത്. നീ വലിയവനോ ചെറിയവനോ എന്നല്ല, യഹോവ ഭക്തനാണോ എന്നാണ്. യഥാർത്ഥ ഭക്തന് അവൻ വഴി കാണിച്ചു കൊടുക്കും. ഹൃദയ പരമാർത്ഥത ഉള്ളവർക്ക് മാർഗനിർദ്ദേശം ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഇഷ്ടം ദൈവേഷ്ടത്തിന് കീഴ്പ്പെട്ടതാകുമ്പോൾ അവൻ്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെടുത്തി തരും. നാം തിരഞ്ഞെടുക്കേണ്ട വഴിയും പോകേണ്ടുന്ന വഴിയും അവൻ നമ്മെ അറിയിക്കും. പ്രിയ സ്നേഹിതരെ, ദൈവാത്മാവിനാൽ പ്രകാശിക്കപ്പെട്ട നമ്മുടെ ബുദ്ധിയിൽ കൂടിയും മറ്റുള്ളവരുടെ നല്ല ആലോചന വഴിയും ദൈവവചനത്തിലൂടെയും നാം തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവൻ നമുക്ക് കാണിച്ചു തരും. ഈ നാളുകളിൽ അവൻ്റെ വഴി തിരിച്ചറിഞ്ഞ് അവൻ്റെ ഹിതം നമ്മുടെ ജീവിതം നിറവേറ്റുവാൻ തക്കവണ്ണം യഹോവ ഭക്തനായ പുരുഷനായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ദിനവും നിൻ്റെ ആലോചനയിൽ സഞ്ചരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.